നമസ്കാരം. ഇന്നത്തെ പത്രവാർത്തകൾ നോക്കാം. രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ആൻഡ്രോയിഡ് അധിഷ്ഠിത വോട്ടിംഗ് സംവിധാനം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനമായി മാറുന്നത് ബീഹാർ. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ, ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. പോൾ വോൾട്ടിൽ ലോക റെക്കോർഡ് 12ാം തവണയും തിരുത്തിയത് അർമാൻ ഡ്യൂപ്ലന്റിസ്, സ്വീഡൻ. 2025 വനിതാ ഏകദിന ലോകകപ്പ് വേദി ഇന്ത്യ. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം പിടിച്ച മലയാളി പി മാളവിക. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാനി കവയിത്രി പർണിയ അബ്ബാസി. ക്രൊയേഷ്യ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ക്രൊയേഷ്യൻ പ്രസിഡന്റ് കോളിൻഡ ഗ്രാബർ കിറ്ററോവിക്. പ്രധാനമന്ത്രി സോറൻ മിലനോവിച്ച്. ക്യാപിറ്റൽ സാഗ്രൻസ്. മൊബൈൽ ഫോണിലൂടെ കോടതി വ്യവഹാരങ്ങൾ അറിയുവാൻ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ കോർട്ട് ക്ലിക്ക്. വേൾഡ് ഇക്കണോമിക് ഫോറം പുറത്തിറക്കിയ ആഗോള ഊർജ പരിവർത്തന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 71. 1-ാം സ്ഥാനം സ്വീഡൻ, 2-ാം സ്ഥാനം ഫിൻലൻഡ്, 3-ാം സ്ഥാനം ഡെൻമാർക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ LPG സംഭരണ കേന്ദ്രം നിലവിൽ വരുന്നത് മാംഗ്ലൂർ, കർണാടക. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, കർണാടക ഗവർണർ ത്രവർചന്ദ് ഗെഹ്ലോട്ട്. 2025 ഡൽഹി ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായത് കങ്കണ റണാവത്ത്. ഭാഗ്യചിഹ്നം വിരാജ്, യങ് എലിഫന്റ് ആണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന യാത്രാ വെബ്സൈറ്റ് കേരള ടൂറിസം. കേരള ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. സഹകരണ സംഘത്തിന്റെ രാജ്യത്തെ ആദ്യ ഓൺലൈൻ ടാക്സി സഹകാർ ടാക്സി. 25 ലോക പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യ. ഇന്ത്യയിൽ തമിഴ്നാടാണ് വേദി.